ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ രണ്ടാമത്തെ കുക്കിംഗ് വ്ളോഗാണ്. ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് നമ്മളെ ചാമയ്ക്ക വെച്ചിട്ട് തന്നെ ഉള്ളതായിരുന്നു. അതിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടാമതൊരു ഡിഷ് ഉണ്ടാക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറാണ്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഉപ്പ് വേണം, പിന്നെ ചാമ്പയ്ക്ക, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കറിവേപ്പില, വെളുത്തുള്ളി, കാന്താരി മുളക്, അതുപോലെ ഇഞ്ചി, പിന്നെ നമുക്ക് ആവശ്യത്തിന് വിനീഗർ വേണം. അപ്പോൾ വിനീഗർ കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് വാട്ടർ, ആവശ്യത്തിന് വെള്ളം വേണം. പിന്നെ കായപ്പൊടി, ഈ കായപ്പൊടിയും വേണം. പിന്നെ നമുക്കിതിലേക്ക് ഇടാൻ വേണ്ടി പിക്കിൾ പൊടി വേണം, അച്ചാർ പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചാമ്പയ്ക്കയിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്ന് പോകാൻ വേണ്ടി നമുക്കത് ചൂടാക്കി എടുക്കാം. ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കാം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചാമ്പയ്ക്കയെല്ലാം നമ്മൾ എടുത്തിട്ടിട്ട് ചാമ്പയ്ക്കയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു 3-4 പീസായിട്ട് നമുക്ക് മുറിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മളത് പാനിലേക്ക് ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആവുന്നോടം വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ചാമ്പയ്ക്കയുടെ ആ ഹാർഡ്നെസ് ഒക്കെ പോയിട്ട് അത് നന്നായിട്ട് വാടി വരും. എന്നിട്ട് ഇതും കൊണ്ട് നമുക്ക് ചാമ്പയ്ക്ക ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സെറ്റായിട്ട് വരും. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചാമ്പയ്ക്ക ഉണ്ടാക്കാം. അങ്ങനെ ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ പറ്റും ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്തിട്ട്. അപ്പം ഇത് വേറൊരു മെത്തേഡാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമുക്ക് നല്ല ഡ്രൈ ആയിട്ടൊക്കെ കിട്ടണമെങ്കിലൊക്കെ നല്ല രസമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പാനൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇവിടെയാണ് നമ്മൾ ശരിക്കും അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇടുക. കടുക് 1 സ്പൂണൊക്കെ നമുക്ക് ഇടാം. നമുക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും, അതിനനുസരിച്ച് ഇടുക. പിന്നെ ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടു. കറിവേപ്പില, ബാക്കി നമ്മൾ പറഞ്ഞ കാന്താരി മുളകൊക്കെ, നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ കാന്താരി മുളകാണ് പ്രിഫർ ചെയ്തത്. എനിക്കെപ്പോഴും കാന്താരിയാണ് ഇഷ്ടം. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ബാക്കി പൊടികളൊക്കെ ആഡ് ചെയ്യാം. പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, മുളക് പൊടി ഒരു 2-3 സ്പൂണൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അച്ചാർ പൊടി അതും ആവശ്യത്തിന് ആഡ് ചെയ്യാം. അപ്പം നമ്മളിത് നോക്കുക, നമ്മുടെ ആവശ്യത്തിന് വെച്ചിട്ട് ആഡ് ചെയ്യുക. എനിക്കെപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊരു കൈക്കണക്കായിരിക്കും ഉണ്ടാകുന്നത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അളവ് പറയാൻ അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റേതായ ഇഷ്ടത്തിന് ആഡ് ചെയ്തു. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് പിന്നെ ചാമ്പയ്ക്കൊക്കെ ആഡ് ചെയ്യാം. ഇതിന് ശേഷമാണ് നമ്മൾ ഉപ്പും കായവും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ചാമ്പയ്ക്ക ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ചാമ്പയ്ക്കയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ നമ്മൾ ഇളക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാട്ടർ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കായപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ കായം ആവശ്യത്തിന് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വിനീഗർ ഒഴിക്കുക. വിനീഗർ ഒരു 2-3 സ്പൂൺസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിതെല്ലാം എൻ്റേതായ അളവിലാണ് ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പെട്ടെന്നൊന്നും ഒരു ടേസ്റ്റ് തോന്നത്തില്ല. നമ്മളൊരു ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് സൂക്ഷിച്ചൊരു ബോട്ടിലാക്കി വെക്കാം. ഗ്ലാസ് ബോട്ടിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.